വിശദമായ വാർത്തകൾ നോക്കാം. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന തുടർച്ചയായ 4ാം തവണയും അധികാരത്തിൽ. പ്രതിപക്ഷ പാർട്ടികൾ ബഹിഷ്കരിച്ച തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടന്ന 299 സീറ്റുകളിൽ 223 സീറ്റുകൾ നേടിയാണ് ഹസീനയും അവാമി ലീഗും അധികാരം നിലനിർത്തിയത്. എല്ലാം പ്രതീക്ഷിച്ചതുപോലെ ഷെയ്ഖ് ഹസീന തന്നെ ബംഗ്ലാദേശിനെ നയിക്കും. 3-2 ഭൂരിപക്ഷം നേടി അവാമി ലീഗ് വിജയം ആവർത്തിച്ചപ്പോൾ ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത് 5ാം തവണ, തുടർച്ചയായി 4ാമതും. പ്രധാന പ്രതിപക്ഷമായ BNP അടക്കമുള്ള കക്ഷികൾ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുകയും ജനങ്ങൾ വോട്ടെടുപ്പിന്റെ ഭാഗമാകരുതെന്ന് ആഹ്വാനം നൽകുകയും ചെയ്ത തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്തത് 40% വോട്ടുകൾ മാത്രം. കഴിഞ്ഞ തവണ ഇത് 80% മുകളിലായിരുന്നു. ആകെയുള്ള 300 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്നത് 299 മണ്ഡലങ്ങളിൽ. ഇതിൽ 223 അവാമി ലീഗ് വിജയിച്ചു. മത്സരരംഗത്തുണ്ടായിരുന്ന ജാത്തിയ പാർട്ടി 11 സീറ്റുകൾ നേടി. ബംഗ്ലാദേശ് കല്യാൺ പാർട്ടിയും ജാത്തിയ സമാജ് തന്ത്രിക് പാർട്ടിയും വർക്കേഴ്സ് പാർട്ടി ഓഫ് ബംഗ്ലാദേശും 1 സീറ്റ് വീതം നേടി. 62 മണ്ഡലങ്ങളിൽ സ്വതന്ത്രർക്കാണ് വിജയം. ഷെയ്ഖ് ഹസീന ഗോപാൽഗഞ്ച് 3 മണ്ഡലത്തിൽ നിന്ന് 2,49,000 വോട്ടുകൾക്ക് വിജയിച്ചു. 1986 ശേഷം 8ാം തവണയാണ് ഹസീന ഇവിടെ വിജയിക്കുന്നത്. അതേസമയം രാജ്യത്ത് സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിജയാഹ്ലാദ പ്രകടനങ്ങൾ വേണ്ടെന്ന് ഹസീന പാർട്ടി പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു. ബംഗ്ലാദേശിൽ ജനാധിപത്യത്തിന്റെ മരണമണി മുഴങ്ങുന്നുവെന്ന വിമർശനങ്ങൾ ശക്തമായിരിക്കെയാണ് ഒരു കാലത്ത് ജനാധിപത്യത്തിനായി പടപൊരുതിയ ഷെയ്ഖ് ഹസീന വീണ്ടും അധികാരത്തിലെത്തുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഉദ്യോഗസ്ഥ തലത്തിൽ നേരത്തെ തീർപ്പ് കൽപ്പിച്ച വിഷയങ്ങളാണെങ്കിലും നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ വീണ്ടും പരിശോധന വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വകുപ്പ് സെക്രട്ടറിമാർക്കാണ് മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നൽകിയത്. നവകേരള സദസ്സിലെ പരാതി പരിഹാരം വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി വിളിച്ച വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം 12-ന് ചേരും. മുൻകാലങ്ങളിൽ എപ്പോഴെങ്കിലും ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുകയും തീർപ്പുണ്ടാക്കുകയും ചെയ്ത പരാതികൾ നവകേരള സദസ്സിൽ വീണ്ടും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ പരിശോധനയും നടപടിയും വേണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഒരിക്കൽ തീർപ്പ് കൽപ്പിച്ചതാണെന്ന് കരുതി നവകേരളത്തിൽ ലഭിച്ച പരാതികളെ അവഗണിക്കാൻ പാടില്ല. അന്നത്തെ തീരുമാനത്തിൽ തൃപ്തിയില്ലാത്തതുകൊണ്ടാകും വീണ്ടും പരാതിയുമായി നവകേരള സദസ്സിൽ എത്തിയത്. അതുകൊണ്ട് പുതിയ പരാതികളിൽ കൃത്യമായ തീരുമാനം വേണമെന്നും സ്വീകരിച്ച നടപടി അപേക്ഷകനെ ബോധ്യപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി വകുപ്പ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വകുപ്പ് സെക്രട്ടറിമാരും വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് ഏറ്റവും പ്രാധാന്യത്തോടെ നവകേരള സദസ്സിലെ പരാതികൾ പരിശോധിച്ച് തീർപ്പുണ്ടാക്കണമെന്നാണ് നിർദ്ദേശം. 12-ന് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ഓരോ വകുപ്പുകളിൽ ലഭിച്ച പരാതികളും അതിൽ ഇതുവരെ കൈക്കൊണ്ട നടപടികളും പരിശോധിക്കും. തുടർ നിർദ്ദേശങ്ങളും ഉണ്ടാകും. 14 ജില്ലകളിൽ നിന്നായി 7 ലക്ഷത്തിലധികം പരാതികളാണ് നവകേരള സദസ്സിൽ ലഭിച്ചത്. ഇത് സമയബന്ധിതമായി തീർപ്പാക്കണമെന്ന സർക്കാർ നിർദ്ദേശമുണ്ടെങ്കിലും ഇതുവരെയും നടപ്പായിട്ടില്ല. ആ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ട് യോഗം വിളിക്കുന്നത്. നേരത്തെ റവന്യൂ മന്ത്രിയും യോഗം വിളിച്ചിരുന്നു. പരാതി പരിഹാര മേൽനോട്ട ചുമതല ചീഫ് സെക്രട്ടറിക്കാണ്. ജില്ലകളിൽ കളക്ടർമാർക്കും ചുമതല നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടി കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ന്യൂസ് 18നോട്. കേന്ദ്ര നടപടി ഓരോ കേരളീയനെയും ബാധിക്കും. കേന്ദ്രം തുടർച്ചയായി ഇത്തരം നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ ചെലവുകളുള്ള മാസങ്ങളാണ് മുന്നിലുള്ളതെന്നും നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുമെന്നും മന്ത്രി പ്രതികരിച്ചു. വല്ലാത്ത ഒരു അശനിപാതം പോലെയോ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തരത്തിലേക്ക് ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ നിരന്തരമായി ഇപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഇതറിയാം, അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫലത്തിൽ ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സാമ്പത്തികമായ പ്ലാനിങ്ങിനെയും ബാധിക്കും. ഇപ്പൊ തന്നെ വലിയ ബുദ്ധിമുട്ടി കൂടിയാണ് പോകുന്നത്. എന്നാലും ഇത് കിട്ടും എന്നുള്ളത് കരുതിയാണ് ഇരിക്കുന്നത്. ബാക്കി കുറെ കാര്യങ്ങൾ മനയേണ്ടതുണ്ട്. ഒരു സംസ്ഥാനത്തിനോട് ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ്. അത് സംസ്ഥാനത്തെ എല്ലാവരോടും കാണിക്കുന്ന ഒരു പൊതുവായ വൈദ്യ നിര്യാതന ബുദ്ധി പോലെ തന്നെ ഇത് പ്രവർത്തനത്തിൽ വരും. അർഹമായത് കിട്ടുന്നില്ല. നമ്മളിവിടുന്ന് പിരിക്കുന്ന ടാക്സിന്റെ അംശം കേരളത്തിന് വലിയ തോതിലാണ് കുറവ് കിട്ടുന്നത്. അവർ തരേണ്ടത് മറ്റു സംസ്ഥാനങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിട്ടാണ് കൊടുക്കുന്നത്. കണക്കുകളെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. നവകേരള സദസ്സ് സംബന്ധിച്ച് വന്ന പരാതികൾ 2-3 തരം പരാതികളുണ്ട്. ക്വിക്കായിട്ട് എടുക്കേണ്ടതുണ്ട്. ചിലത് കുറച്ച് സമയമെടുക്കും. ചില പരാതികൾ നോക്കിയിട്ട് വളരെ ലോങ് പെൻഡിംഗ് ആയി കിടക്കുന്ന കാര്യങ്ങളാണ്. അതിനനുസരിച്ച് നോക്കിയാലേ പറ്റൂ. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് ഓരോന്നിനും വ്യത്യസ്തമായ സമയമെടുത്തിട്ടാണ് ചെയ്യേണ്ടി വരുന്നത്. എന്തായാലും പരമാവധി കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. അതിന് യാതൊരു തർക്കമില്ല.
കൊച്ചി കാക്കനാട്ടെ സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിൽ സിനഡ് കുർബാന തടയാൻ ശ്രമം. ഒരു വിഭാഗം പള്ളി വികാരിയുടെ മുറിയിൽ കയറി പ്രതിഷേധിച്ചു. പോലീസ് എത്തി പ്രതിഷേധക്കാരെയും വൈദികനുമായും ചർച്ച നടത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. വളരെ മോശമായിട്ട് എന്നോട് സംസാരിച്ചു. ഒരു പോലും പ്രതികരിച്ചില്ല. പേടിച്ചിട്ടായിരിക്കും. നവമി ദിനേശ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരും. നവമി, സിനഡ് കുർബാന അർപ്പിക്കാൻ വൈദികൻ നേരത്തെ തന്നെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിരുന്നു. ടോം ആണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. ടോം, ഈ സിനഡ് കുർബാന അർപ്പിക്കാൻ വൈദികൻ നേരത്തെ തന്നെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ സമയത്ത് ഈ പ്രതിഷേധമുണ്ടായ സമയത്ത് പോലീസ് അവിടെ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ചു. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാനുള്ള സഭാ സിനഡിന് തുടക്കം കുറിക്കാനിരിക്കുകയാണ്. ഈ സഭാ ആസ്ഥാനത്തിന് സമീപത്തുള്ള കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ കുർബാനയുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാവുകയും ഇന്ന് സിനഡ് കുർബാന തടയാനുള്ള ശ്രമം വിമതരുടെ ഭാഗത്തുണ്ടാവുകയും ചെയ്തത്. ഒരു വിഭാഗം, അതായത് വിമത വിഭാഗം വിശ്വാസികൾ പള്ളിയിൽ കയറി പ്രതിഷേധിക്കുകയായിരുന്നു. പ്രതിഷേധക്കാർ പള്ളി വികാരി ഫാദർ ആന്റണി മാങ്കുരിയുടെ മുറിയിൽ കയറിയിരുന്നു. കുർബാന അർപ്പിക്കാൻ നേരത്തെ ഇദ്ദേഹം, ഈ വികാരി, പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടതാണ്. തൃക്കാക്കര സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാരും സ്ഥലത്തെത്തിയിരുന്നു. അതിനിടെയാണ് ഈ ഒരു സംഘർഷപരമായ സാഹചര്യം പള്ളിയിൽ ഉണ്ടായത്. അതായത് പുലർച്ചെ രാവിലെ പള്ളിയിൽ കുർബാന ആരംഭിക്കാൻ തുടങ്ങുന്ന തൊട്ട് മുൻപാണ് ഒരു വിഭാഗം വിശ്വാസികൾ വൈദികന്റെ മുറിയിലേക്ക് കയറുകയും സംഘർഷം ഉണ്ടാക്കുകയും ചെയ്തത്. പിന്നീട് പ്രതിഷേധക്കാരുമായി ഫാദർ ആന്റണി മാങ്കുരി ചർച്ച നടത്തിയെങ്കിലും പ്രതിഷേധക്കാർ സിനഡ് കുർബാന അർപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് വലിയ ശക്തമായ നിലപാടെടുത്തവർ പ്രതിഷേധവുമായി രംഗത്തെത്തി. പിന്നീട് പോലീസ് എത്തിയാണ്, പോലീസിന്റെ സംരക്ഷണയിലാണ് ഫാദർ ആന്റണി മാങ്കുരിയും കുർബാന അർപ്പിച്ചത്. നേരത്തെ കോടതി ഉത്തരവോടെ കുർബാന നടത്തട്ടെ എന്ന് പോലീസ് നിലപാടെടുത്തപ്പോൾ പറ്റില്ല എന്ന് നിലപാടെടുത്ത ഫാദർ ആന്റണി മാങ്കുരി കുർബാന അവസാനിപ്പിക്കില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. അതായത് നേരത്തെ മുതൽ തന്നെ സഭയുടെ ഔദ്യോഗിക പക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഒരു വൈദികനാണ് ഫാദർ ആന്റണി മാങ്കുരി. ഇദ്ദേഹം നേരത്തെ ഇരുന്ന പള്ളിയിലും ഈ സിനഡ് കുർബാനയായിരുന്നു അർപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിലേക്ക് അദ്ദേഹം വൈദികനായി എത്തിയതിന് പിന്നാലെയാണ് ഈ സംഘർഷപരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. അതായത് അവിടെ ഒരു വിഭാഗം വിമത വിശ്വാസികൾ പലപ്പോഴായി അദ്ദേഹത്തെ, ഫാദർ ആന്റണി മാങ്കുറിയെ തടയുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടായി. അതിന് പിന്നാലെയാണ് അദ്ദേഹം സിനഡ് കുർബാന അർപ്പിക്കുന്നതിന് വേണ്ടി പോലീസിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ടത്. പക്ഷേ സിനഡ് കുർബാന അദ്ദേഹത്തെ കൊണ്ട് അർപ്പിക്കാൻ അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാട് പ്രതിഷേധക്കാർ, വിമത വിശ്വാസികൾ എടുത്തതോടുകൂടിയാണ് പോലീസിന്റെ ഒരു സംരക്ഷണം കൂടി ഉണ്ടാകുന്ന പശ്ചാത്തലം ഉണ്ടായത്. പോലീസിന്റെ സംരക്ഷണയിൽ അദ്ദേഹം കുർബാന തുടരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ രീതിയിൽ ഒരു സംഘർഷപരമായ സാഹചര്യം കൂടുതൽ രൂക്ഷമാകാനുള്ള ഒരു പശ്ചാത്തലമുണ്ട്. കാരണം ഒന്ന്, മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാനുള്ള സഭയുടെ സിനഡ് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ ആരംഭിക്കുന്നു. വരുന്ന ഒരു 4-5 ദിവസം സഭയെ സംബന്ധിച്ചേറെ നിർണായകമായിട്ടുള്ള ഒരു ദിവസങ്ങളാണ്. കാരണം സഭയുടെ ഈ ഒരു സംഘർഷപരമായ സാഹചര്യത്തിൽ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ആരാകും, അത് സ്വാഭാവികമായും ഒരു മുൻതൂക്കമുള്ളത് വിമത വിഭാഗത്തിന് അത്ര സ്വാധീനമില്ല ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആരാകും സഭയുടെ പുതിയ അധ്യക്ഷൻ, അദ്ദേഹത്തിന്റെ നിലപാട് കൂടി കുർബാന വിഷയത്തിലേറെ നിർണായകമായിരിക്കും. നന്ദി. ടോം കുര്യാക്കോസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത കർഷകന്റെ കുടുംബത്തിന് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. സർക്കാർ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. കർഷകരുടെ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് ഫാദർ ഫിലിപ്പ് കവിയിൽ ആവശ്യപ്പെട്ടു. പല സ്ഥലത്തു നിന്നും അദ്ദേഹം കടമെടുത്താണ് ഈ വാഴകൃഷി നടത്തിയത്. നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ കടമെടുത്ത് ജപ്തിയിലാകുന്ന, കടക്കെണിയിലാകുന്ന അനേകം കർഷകരുടെ ഒരു പ്രതിനിധിയാണ് ഈ ജോസ് എന്ന സഹോദരനും. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ, ഇനി ഇതുപോലൊരു ആത്മഹത്യ ഇവിടെ ഉണ്ടാകാതിരിക്കുവാൻ തക്കവിധം കേരള സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ച് ഈ കർഷകന് വേണ്ട എല്ലാ സഹായവും ഈ കർഷക കുടുംബത്തിന് വേണ്ട താങ്ങായി തണലായി പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. വളരെ അടിയന്തരമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ആ പാവപ്പെട്ട കുടുംബത്തിന് ഒരു താങ്ങായിട്ട് സാമ്പത്തിക സഹായം നൽകണം.
അവിടുത്തെ മക്കൾക്ക് മുന്നോട്ട് പോകുവാനുള്ള ഒരു കൈത്താങ്ങ് നൽകണം. പരേതനായ മനുഷ്യൻ്റെ ഭാര്യയെ ഒരു ജോലി കൊടുത്ത് സഹായിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഈ കർഷക ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ സർക്കാരുകൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ ജനകീയ പ്രക്ഷോഭങ്ങളെ നേരിടേണ്ടി വരുമെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. കർഷകരായ ഞങ്ങളെല്ലാവരും ഒത്തൊരുമയോടെ നിന്ന് ഗവൺമെന്റിനോട് പാവപ്പെട്ട കർഷകർക്ക് വേണ്ട കർഷക സഹായ പാക്കേജുകൾ ഉടനടി നടപ്പിൽ വരുത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. കർഷകർക്കും സാധാരണക്കാർക്കും ഈ നാട്ടിൽ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ സത്വര നടപടിക്കായി ഞങ്ങൾ കത്തോലിക്ക കോൺഗ്രസ് പ്രവർത്തകർ അഭ്യർത്ഥിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ക്രമക്കേട് ആരോപിച്ച് നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഒന്നാം പിണറായി മന്ത്രിസഭയിലെ അംഗങ്ങളെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി നേരത്തെ ലോകായുക്ത തള്ളിയിരുന്നു. ഈ വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരനായ ആർ ശശികുമാർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. പരാതിക്ക് നിയമസാധുതയില്ലെന്നായിരുന്നു ലോകായുക്തയുടെ വിധി. ജസ്റ്റിസ് ആശിഷ് ജെ ദേശായി അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് അപ്പീൽ പരിഗണിക്കുക. മാധ്യമപ്രവർത്തകയോട് അപമര്യാദയെ പെരുമാറിയെന്ന കേസിൽ നടൻ സുരേഷ് ഗോപിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിനോട് നിലപാട് തേടിയിട്ടുണ്ട്. നടക്കാവ് പോലീസ് ഇന്ന് നിലപാട് അറിയിക്കും. മാധ്യമപ്രവർത്തകയ്ക്കും കോടതി നോട്ടീസ് നൽകി. കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്കുള്ള ഗവർണറുടെ നാമനിർദ്ദേശം ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ ചാൻസലർ കൂടിയായ ഗവർണർ ഇന്ന് വിശദീകരണം നൽകിയേക്കും. സർവകലാശാല നൽകിയ പട്ടിക മറികടന്ന് പുറത്തുനിന്നുള്ളവരുടെ ചാൻസലർ തിരികെ കയറ്റിയെന്നാണ് ഹർജിയിലെ ആക്ഷേപം. ഈ സാഹചര്യത്തിൽ സെനറ്റ് അംഗങ്ങളുടെ നിയമനവും തുടർ നടപടികളും റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. മാധ്യമപ്രവർത്തകനായ PV കുട്ടൻ, വ്യവസായി ദാമോദരൻ അവണൂർ എന്നിവരാണ് ഹർജിക്കാർ. ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് CP അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. പ്രിയ വർഗീസിന് നിയമനം സംബന്ധിച്ച കേസ് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പ്രിയ വർഗീസിന്റെ നിയമനത്തിൽ UGC വാദങ്ങളെ എതിർത്ത് കണ്ണൂർ സർവകലാശാല കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. പ്രിയ വർഗീസിന്റെ നിയമനം ചട്ടവിരുദ്ധമല്ലെന്നാണ് സത്യവാങ്മൂലത്തിലൂടെ സുപ്രീംകോടതിയെ അറിയിച്ചത്. ഹൈക്കോടതി വിധിക്കെതിരെ UGCയും രണ്ടാം റാങ്കുകാരനായ ജോസഫ് സ്കറിയയും സമർപ്പിച്ച അപ്പീൽ ഹർജിയാണ് സർവകലാശാല രജിസ്ട്രാർ നിലപാട് അറിയിച്ചത്. മുഴുവൻ സമയ PhD കാലയളവും സർവീസായി പരിഗണിച്ചത് UGC റെഗുലേഷന് ഘടകവിരുദ്ധമാണെന്ന് സുപ്രീംകോടതിയിൽ ഹർജിക്കാർ ചൂണ്ടിക്കാണിക്കും. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കൊലപാതക മാനഭംഗ കേസുകളിൽ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 11 പ്രതികളെ വെറുതെ വിട്ടത് ചോദ്യം ചെയ്ത ഇരയായ ബിൽക്കിസ് ബാനു അടക്കം നൽകിയ ഹർജികളിൽ സുപ്രീംകോടതി വിധി പറയും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJPക്കും കേന്ദ്ര സർക്കാരിനും നിർണായകമാണ് കേസിന്റെ വിധി. ജസ്റ്റിസുമാരായ BV നാഗരത്ന, ഉജ്വൽ ഭുയാൽ എന്നിവരടങ്ങിയ ബെഞ്ച് ഒക്ടോബർ 12-ന് വിചാരണ പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിയിരുന്നു. 2022-ലാണ് 14 വർഷം തടവ് ശിക്ഷ അനുഭവിച്ചതും നല്ല നടപ്പ് പരിഗണിച്ചതും ചൂണ്ടിക്കാട്ടി ഗുജറാത്ത് സർക്കാർ ജീവപര്യന്തം തടവുകാരെ വിട്ടയച്ചത്. ഇതിനെതിരെ നിരവധി പൊതുതാൽപര്യ ഹർജികളാണ് ആദ്യം സുപ്രീംകോടതിയിൽ വന്നത്. പിന്നീട് ബിൽക്കിസ് ബാനുവും ഹർജി നൽകിയിരുന്നു. തനിക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ ക്രൂര കുറ്റകൃത്യങ്ങൾ ചെയ്ത തടവുകാരെ മോചിപ്പിച്ചത് മാനസികാഘാതമുണ്ടാക്കിയെന്ന് ബിൽക്കിസ് ബാനു വാദിച്ചിരുന്നു. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടി തുടങ്ങിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ് 1 വർഷം പൂർത്തിയായിട്ടും പരാതികൾ തീരുന്നില്ല. പല രോഗങ്ങൾക്കും ചികിത്സ തേടി ആശുപത്രിയിൽ പോയാൽ മെഡിസെപ്പ് ആനുകൂല്യം ലഭിക്കുന്നില്ല എന്നാണ് സർക്കാർ ജീവനക്കാരുടെ പരാതി. മെഡിസെപ്പ് ആനുകൂല്യമുണ്ടെങ്കിലും മുട്ടിന്റെ ശസ്ത്രക്രിയ, ഇടുപ്പല്ല് ശസ്ത്രക്രിയ തുടങ്ങിയവയ്ക്ക് സർക്കാർ ആശുപത്രികളിലേക്ക് പോവേണ്ട അവസ്ഥയിലാണ് രോഗികൾ. മെഡിസെപ്പ് ആരംഭിച്ചത് ജീവനക്കാരിൽ നിന്നും പെൻഷൻകാരിൽ നിന്നും വിഹിതം ശേഖരിച്ചാണ്. സർക്കാർ ആവേശത്തോടെ നടപ്പാക്കിയ പദ്ധതിക്കെതിരെ നിരവധി പരാതികളാണ് ഇപ്പോൾ ഉയരുന്നത്. 2022 ജൂലൈ 1-നാണ് മെഡിസെപ്പ് പദ്ധതിയുടെ തുടക്കം. സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അവരുടെ ആശ്രിതരുമടക്കം 30 ലക്ഷത്തോളം പേർക്ക് ആനുകൂല്യം ലഭിക്കും. പദ്ധതിയിൽ അംഗങ്ങളായവർ പ്രതിമാസം 500 രൂപ വീതമാണ് അടയ്ക്കേണ്ടത്. ഓരോ കുടുംബത്തിനും 3 വർഷത്തേക്ക് 3 ലക്ഷം രൂപയായിരുന്നു പരിരക്ഷ. ഇതിൽ 1 വർഷത്തേക്ക് 1.5 ലക്ഷത്തോളം രൂപ ഉപയോഗിക്കണമെന്നും അല്ലാത്ത പക്ഷം ആ തുക അസാധുവാകുമെന്നുമായിരുന്നു കരാർ. മിക്കവാറും രോഗങ്ങൾക്കും ആദ്യഘട്ടത്തിൽ ചികിത്സകൾക്ക് മെഡിസെപ്പ് പരിരക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴതല്ല സ്ഥിതി. ഇടുപ്പെല്ലിന് പ്രശ്നമുള്ള ആൾ ചികിത്സയ്ക്ക് സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ കയ്യിൽ നിന്ന് തുക നൽകേണ്ടി വരും. മെഡിസെപ്പിന്റെ കീഴിലാണെങ്കിലും ചില രോഗങ്ങൾക്കുള്ള ചികിത്സയിൽ നിന്ന് സ്വകാര്യ ആശുപത്രികൾ പിന്മാറിയത് ചികിത്സ തേടുന്നവരെ വെട്ടിലാക്കി. ക്യാഷ്ലെസ് പദ്ധതി എന്ന് പറഞ്ഞ മെഡിസെപ്പ് ഇപ്പോൾ അങ്ങനെയല്ലെന്ന പരാതിയും വ്യാപകമാണ്. മെഡിസെപ്പുമായി കരാറുള്ള ആശുപത്രികളിൽ പോയാൽ പോലും പണം നൽകേണ്ട അവസ്ഥയാണെന്ന് ഉപഭോക്താക്കൾ കുറ്റപ്പെടുത്തുന്നു.
ഇൻഷുറൻസ് പരിരക്ഷാ പരിധി 3 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷമായി ഉയർത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണം, തോട്ടം തൊഴിലാളിക്ക് പരിക്കേറ്റു. പന്നിയാർ എസ്റ്റേറ്റ് മേഖലയിൽ വെച്ചാണ് ആക്രമണം. പ്രിൻസ് ജെയിംസ് വിവരങ്ങൾ പങ്കുവയ്ക്കും. പ്രിൻസ്, ഇതെപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഭവ്യ, രാവിലെ 8 മണിയോടെയായിരുന്നു ഇത്തരത്തിലൊരു അപകടം നടന്നത്. പന്നിയാർ എസ്റ്റേറ്റ് സ്വദേശിയായ പരിമളത്തിനാണ് പരിക്കേറ്റത്. പരിമളവും മറ്റു തൊഴിലാളികളും ഇന്ന് രാവിലെ ജോലിക്കായി തോട്ടമേഖലയിലേക്ക് എത്തിയതായിരുന്നു. ഇതിനിടെയായിരുന്നു അപകടം. 6 കാട്ടാനകൾ എന്ന കൂട്ടം തോട്ടം മേഖലയിൽ എത്തുകയും ഈ കാട്ടാനക്കൂട്ടം പരിമളത്തെ ആക്രമിക്കുകയായിരുന്നു. ഇതിൽ പരിമളത്തിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്, ഇരുകാലുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ആക്രമണം നടത്തിയ ശേഷം കുറെ നേരത്തോളം കാട്ടാനക്കൂട്ടം ഇവിടെ മാറാതെ തമ്പടിച്ചു. പിന്നീട് നാട്ടുകാർ ബഹളം വെച്ചതോടെയാണ് കാട്ടാനക്കൂട്ടം ഇവിടുന്ന് പിന്തിരിഞ്ഞത്. തുടർന്ന് പരിമളത്തെ രാജകുമാരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തി പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഈ പരിക്കേറ്റ ആളുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ ചോദിക്കട്ടെ, ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനത്തിന് ഉണ്ടായതിന് പുറത്താണോ ഈ ഇത്തരത്തിലൊരു ആക്രമണത്തിന് കാട്ടാനക്കൂട്ടം മുതിർന്നത്? എന്താണ് അത് കണ്ടുനിന്നവർ, ദൃക്സാക്ഷികൾ പറയുന്നത്? ഭവ്യ, പുലർച്ചെ ഇത് രാവിലെ തോട്ടം മേഖലയിൽ തൊഴിലായി പോയപ്പോഴാണ് ഇത്തരത്തിലുള്ള അപകടം നടന്നത്. പരിമളത്തിൽ സാരമായി പരിക്കേറ്റണമെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കാട്ടാനക്കൂട്ടം ഈ കുറച്ച് നാളുകളായി ജനവാസ മേഖലകളിൽ എത്തുന്നത് പതിവില്ലായിരുന്നു. എന്നാൽ ഇന്ന് പുലർച്ചെ ഈ കാട്ടാനക്കൂട്ടം തോട്ടം മേഖലയിൽ തമ്പടിച്ചിരിക്കുകയായിരുന്നു. 6 കാട്ടാനകൾ ഉണ്ടായിരുന്നു. ഇവർ ആനക്കൂട്ടം എത്തിയതോടെ ഈ പരിമളത്തെ ആക്രമിക്കുകയായിരുന്നു. ഇവർ തോട്ടം തൊഴിലായി ഈ പ്രദേശത്തേക്ക് എത്തിയതായിരുന്നു. ഇതിനിടയ്ക്ക് മറ്റ് പ്രകോപനമൊന്നും ഇല്ലായിരുന്നു. ഈ മേഖലയിൽ തമ്പടിച്ചിരുന്ന ഇവ ഈ ആളുകൾക്ക് നേരെയുള്ള പചരിക്കുകയും ആക്രമണം നടത്തുകയുമായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും കുറച്ച് നാളുകളായിട്ട്, അതായത് അരിക്കൊമ്പന്റെ ഒരു ആക്രമണത്തിന് ശേഷം പിന്നീട് വളരെ നാളുകളിലായി ചിന്നക്കനാൽ മേഖലയിൽ, പ്രത്യേകിച്ച് പന്നിയാർ എസ്റ്റേറ്റ് മേഖലകളിലൊക്കെ ആക്രമണം വളരെ കുറവായിരുന്നു. വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായിട്ടില്ല. ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ചുരുക്കം ചില ദിവസങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ എത്തിയിരുന്നത്. പിന്നീട് എന്നാൽ വീണ്ടും ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തുന്നത് വലിയ തോതിലുള്ള ആശങ്ക ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. ചിന്നക്കനാലിൽ കാട്ടാനയുടെ ആക്രമണം, തോട്ടം തൊഴിലാളിക്ക് പരിക്കേറ്റു. പന്നിയാർ എസ്റ്റേറ്റ് മേഖലയിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത്. അവിടെ ഇത് കണ്ട് സമീപവാസികളായ ആളുകളുടെ പ്രതികരണത്തിലേക്ക്. രാവിലെ അവർ തേയിലത്തോട്ടത്തിൽ തൊഴിലാളികളാണ്. രാവിലെ അവർ 8:30 പണിക്ക് പോകുമ്പോൾ നമ്മുടെ പന്തിരിക്കളത്തിനടുത്തും മറ്റേ പണിയാർക്ക് ഇടയ്ക്ക് വെച്ച് ഇവരെ ആണ് ചവിട്ടി. സ്ത്രീ തൊഴിലാളിയാ. അപ്പൊ ഒരാൾ ചവിട്ടി, ബാക്കിയുള്ളവരൊക്കെ ഓടി രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇവരൊക്കെ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കൂവിയൊക്കെ പിന്നെ ആണ വിട്ടത് ഇവരെ. ഇല്ലെങ്കിൽ വലിയ അപകടമായിരിക്കും. ഏതാനെയൊന്നും അറിയോ? അറിയില്ല. കൂട്ടമായിട്ടുള്ള ആളുകൾ 6 ഉണ്ടായിരുന്നു പറയുന്നു. ഇഷ്ടങ്ങളുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. അവരൊക്കെ കൂടെ എല്ലാം സൗണ്ട് വിട്ട പിന്നെ ആണ് ഇവരെ വിട്ടിട്ട് പോയത്. ഇല്ലെങ്കിൽ വലിയ അപകടമായിരുന്നു. ഇതിപ്പോ സ്ഥിരമായിട്ട് ഇങ്ങനെ ശല്യം മാറിക്കൊണ്ടിരിക്കുക. അതും തേയിലത്തോട്ടത്തിനകത്താ. കൊല്ലോത്സവം കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് സമാപനമാകും. സ്കൂൾ കലോത്സവത്തിൽ നിലവിൽ 896 പോയിന്റുമായി കോഴിക്കോട് മുന്നിലാണ്. 892 പോയിന്റുമായി കണ്ണൂർ തൊട്ടു പിന്നിലുണ്ട്. 888 പോയിന്റുമായി പാലക്കാടും ഒപ്പത്തിനൊപ്പമാണ്. നിലവിലെ ഒരു മത്സരത്തിന്റെ ഫലമാണ് പുറത്തുവരുന്നത്. കോഴിക്കോടാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്.
ഇതാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നതാണ് പുതിയ പോയിന്റ് പട്ടിക. കോഴിക്കോട് 901 പോയിന്റുമായി ഏറ്റവും മുന്നിൽ നിൽക്കുമ്പോൾ കണ്ണൂർ 897 പോയിന്റുമായി തൊട്ടു പിന്നിലുണ്ട്. പാലക്കാട് 895 പോയിന്റ്, തൃശൂർ 875 പോയിന്റ്, മലപ്പുറം 863. എന്തായാലും എന്തും സംഭവിക്കാം. എല്ലാവരും ഒപ്പത്തിനൊപ്പമാണ്. തൊട്ടും ഏറ്റവും മുന്നിൽ കോഴിക്കോടാണ്. കോഴിക്കോട് കണ്ണൂരും തൊട്ടു പിറകെ തന്നെയുണ്ട്. ഒരുപക്ഷെ എന്ത് സംഭവിക്കുമെന്ന് ആളുകൾക്ക് പോലും പറയാൻ സാധിക്കില്ല. കോഴിക്കോടോ കണ്ണൂരോ എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പരിമിതികളെ പ്രതിഭ കൊണ്ട് മറികടന്ന നിരവധി കലാകാരന്മാരെ നമുക്കറിയാം. അക്കൂട്ടത്തിൽ ചേർത്ത് വെക്കാവുന്ന ഒരു മിടുക്കി ഇന്നലെ കലോത്സവ വേദി കീഴടക്കി. കണ്ണൂർ എളയാവൂർ CHCSMHലെ സ്കൂളിലെ അനന്യയുടെ വിശേഷങ്ങൾ നമുക്കിനി കാണാം. വാഴുന്നു ശ്രീരാമൻ അയോധ്യയിൽ. രാമ രാമേതി ജപങ്ങളുമായി രാമ രാമേതി. കാഴ്ച പരിമിതിയുണ്ട്, പക്ഷേ ആഗ്രഹങ്ങൾക്ക് പരിധിയില്ല. പ്രതിഭയും വേണ്ടുവോളം. അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ അവൾ കലോത്സവ നഗരിയിലെത്തി. മാപ്പിളപ്പാട്ട് വേദി കീഴടക്കി. കാതും മനസ്സും നിറഞ്ഞ ജനക്കൂട്ടം കൈയടിച്ചു. അവളെ ഹൃദയത്തോട് ചേർത്തു. പൂരയും ചെയ്തേ എന്റെ മൗലാബ്ബാസുടെ ബൈത്തിലുള്ളോർ അബ്ദുൽ മുത്തലിബ് അവർക്കുള്ള പുതൽവികളും ഉദകും ത്വാഹാ ദേവി ഉദകും ത്വാഹാ ദേവി മൈമൂനത്തോർ തന്റെ ഉഖ്തായിൻ ഹോജാതൻ സൗജത്തും മുൽഫലലും. ആദ്യമായി സംസ്ഥാന കലോത്സവത്തിനെത്തിയ കൗതുകവും സന്തോഷവും അനന്യ മറച്ചുവെക്കുന്നില്ല. സൂപ്പറായിട്ട് പാടാൻ പറ്റിയെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ വർഷം ജില്ലയിലൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല. ഈ സ്കൂളിൽ എത്തിയപ്പോഴാണ് എനിക്ക് ജില്ലയിൽ പോകാനുള്ള ഭാഗ്യം ലഭിച്ചത്. ലളിതഗാനമാണ് പ്രിയ ഇനം. ഇത്തവണ കലോത്സവത്തിനെത്തിയത് മാപ്പിളപ്പാട്ടുമായാണ്. അതിലും അക്ഷരാർത്ഥത്തിൽ കസറി അനന്യ. ആനന്ദാശ്രു പൊഴിച്ച് മാനത്തോളം അഭിമാനവുമായി മാതാപിതാക്കളും സഹോദരി അതുല്യയും. ഒരുപാട് സന്തോഷം. എല്ലാ വേദികളിലും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മാതാപിതാക്കളുടെ ഒരു കർത്തവ്യം. റിസൾട്ട് എന്തായാലും നമുക്ക് പ്രശ്നമില്ല. ഒരുപാട് സന്തോഷം. മോളെ ഇതുവരെ എത്തിയതിന് ദൈവത്തോട് നന്ദി പറയുന്നു. സ്കൂളിലെ സാറന്മാര് വിനയ് സാറെല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മോളെ ഷംസു സാറും സ്കൂളെല്ലാവരും നല്ലോണം സപ്പോർട്ടാണ്. സ്റ്റേറ്റ് വരെയൊക്കെ എത്താൻ വലിയ ഭാഗ്യം തന്നെ. അപ്പോൾ ഇത്തവണ ജില്ല വരെ കന്നഡ, ഉറുദു, അങ്ങനെ സംസ്കൃതം, അങ്ങനെ 5ഓളം ഐറ്റത്തിന് പങ്കെടുത്തിട്ടുണ്ട്. ഒരു മാപ്പിളപ്പാട്ടിൽ സ്റ്റേറ്റിൽ വരെ എത്തി. അതിന് വലിയ സന്തോഷം. കലോത്സവ നഗരിയിൽ നിന്നും സുമേഷ് മൊറാഴയ്ക്കൊപ്പം ഐശ്വര്യ അനിൽ, ന്യൂസ് 18. കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം GTechൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.